മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്ര കഴിയട്ടെ. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം വി ഗിരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ്? ഉത്തരം യൂജിൻ സെർനാൻ. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 17. ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചാങ് 3. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം മൂസസ് കഗുയ. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും നമുക്ക് ചാടാൻ സാധിക്കും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. 46 മിനിറ്റ്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില എത്രയാണ്? ഉത്തരം 137 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ചാങ് 4. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ പോയവർ ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താൻ ആയിരിക്കുമെന്ന് എഡ്വിൻ ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡാനോവിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. ചന്ദ്രയാൻ 1ന്റെ ഭാരം എത്രയാണ്? ഉത്തരം 1380 കിലോഗ്രാം.
ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഹാരിസ് H. സ്മിത്ത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം ഏതാണ്? ഉത്തരം 1959 ലൂണ 2. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം 1966 വിക്ഷേപിച്ച ലൂണ 9. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.4 km/s. ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 16. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം ശൂന്യം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. 2016 അന്തരിച്ച അമേരിക്കൻ ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം എഡ്ഗർ മിച്ചൽ. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചാന്ദ്രപേടകം ഏതാണ്? ഉത്തരം കഗുയ. ചന്ദ്രനിൽ പതാക പാറിച്ച 4ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ലഡു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നാണ്? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചാന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2009 ഓഗസ്റ്റ് 29. ചാന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായി ഇരുന്നത്? ഉത്തരം 312. ചാന്ദ്രയാൻ 1 ദൗത്യത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം JN ഗോസ്വാമി. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചാന്ദ്രയാൻ 1ന്റെ നിർമ്മാണത്തിൽ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരിരംഗൻ. ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചാന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണൻ.
ചാന്ദ്രയാൻ 1-നെ ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ഉത്തരം PSLV C-11.